ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഹോസ്റ്റ് ചെയ്യുന്നത് സ്പീക്ക് ഓൺ അക്കാഡമിന്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനർ ആയിട്ടുള്ള നാജിയ ബൊഫിയാണ്. അള്ളാഹുവെ അറിയലും അനുഭവിക്കലും എന്ന വിഷയത്തെ കുറിച്ചാണ് നാജിയ സംസാരിക്കുന്നത്. സോ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പഠിച്ചവനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും പഠിച്ചവനെ നമ്മൾ ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഉള്ളിൽ തട്ടിയിട്ട് പഠിച്ചവനെ എന്താ പറയാ അടിമയാവാൻ നമുക്ക് കഴിയട്ടെ. അപ്പൊ നാജിയെ ഈ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും. അപ്പൊ അൽഹംദുലില്ലാ, ദർവാസെ ജിനാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ 2ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. നമുക്കറിയാം, ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നവരും ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ളതായിക്കോട്ടെ, മോട്ടിവേഷണൽ ടൈപ്പ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അള്ളാഹുവിനെ അറിയാ, അനുഭവിക്കുക. പലപ്പോഴും നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്. പക്ഷെ അള്ളാഹു പലപ്പോഴും ഫാലം അന്നഹു, അള്ളാഹുവിനെ അറിയാന്നുള്ളത്, നമ്മളത് എന്താണെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് ഏതൊരു ഇബാദത്ത് കർമ്മമാണെങ്കിലും ഏതൊരു നല്ല കാര്യമാണെങ്കിലും നമ്മൾ അത് ചെയ്താൽ നമുക്ക് ആ ഒരു ചെയ്തതിന്റെ ഫീൽ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അള്ളാഹുവിനെ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരാ, അള്ളാഹുവിനെ അനുഭവിക്കും കൂടി വേണം. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇൻഷാ അല്ലാഹ് കുറച്ച് ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെക്ഷന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ പലപ്പോഴും അള്ളാഹുവിനോട് ആഖിറത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള തൗഫീക്കിനെ തരണേ എന്ന് ചോദിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും, അല്ലേ? അള്ളാഹുവിനെ കാണാനുള്ള തൗഫീക്കിനെ ആഖിറത്തിൽ തരണേ അള്ളാഹുവിന്റെ വജ്ഹ് കാണാനുള്ള തൗഫീഖ് ആഖിറത്തിൽ തരണേ എന്ന് നമ്മൾ പലപ്പോഴായിട്ട് ദുആ ചെയ്യുന്നവരാണ്. ആഖിറത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള തൗഫീക്കിന് വേണ്ടി ചോദിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നല്ല, എല്ലാവരും തന്നെ ആഖിറത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള തൗഫീക്കിനെ തരണേ എന്ന് ദുആ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മളിൽ എത്ര പേര് ദുനിയാവില് അള്ളാഹുവിനെ അനുഭവിക്കാനുള്ള, അറിയാനുള്ള തൗഫീക്കിനെ തരണേന്ന് നമ്മളിൽ എത്ര പേര് ദുആ ചെയ്യലുണ്ട്? ദുനിയാവിൽ അള്ളാഹുവിനെ അറിയാന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ അള്ളാഹുവിനെ അനുഭവിക്കാന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ദുനിയാവിൽ ഉണ്ടോ? കാണാന്നുള്ളത് മാത്രല്ലേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കും പലപ്പോഴും നമ്മളുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഒരു സ്നേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ കൺസിഡർ ചെയ്യുന്നത്, എല്ലാരും ഞാൻ പറയുന്നില്ല, നമ്മളിൽ പലരും അള്ളാഹുവിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നമുക്ക് പനി പിടിച്ച്, അല്ലെങ്കിൽ നമ്മളെ കാലിൽ ഒരു മുള്ളു തറച്ച്, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ വന്നാൽ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ വിളിക്കലോ ദുആ ചെയ്യലോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം, പനി പിടിച്ചാൽ അള്ളാഹിന്റെ ആവശ്യമൊന്നും മാറാൻ ഇല്ല. അതൊരു ജസ്റ്റ് പാരസിറ്റമോൾ കുടിച്ചാൽ മാറുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മുള്ളു തറച്ചാൽ അത് ജസ്റ്റ് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. അതിന് അള്ളാഹിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള തലവേദന നമുക്കറിയാം, എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള റെമഡീസ് കൊണ്ട് മാറുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്കതിന് അള്ളാഹുവിന്റെ തൗഫീഖിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് എവിടെയോ ഒരു ഇന്നർ വോയിസ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഒരു ക്യാൻസർ ആണ് നമുക്ക് വന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അസുഖമാണ്, പ്രയാസമാണ് നമുക്ക് വന്നത് എന്നുണ്ടെങ്കിൽ, ഷുവർ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ മാത്രമേ വിളിക്കുള്ളൂ. എത്ര വലിയ മരുന്നുണ്ടെങ്കിലും നമുക്കറിയാം, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ, അവന്റെ കാരുണ്യം ഇല്ലാതെ ഇത് മാറില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കാണുന്നു. നമ്മൾ പലപ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള ഒരു സങ്കേതമായിട്ട് അള്ളാഹുവിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യും, പക്ഷെങ്കിൽ അള്ളാഹു നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് ഓൺ ടൈം തരണം എന്നുള്ള ഒരു കോംപ്രമൈസ് ആണ് ബിറ്റ്വീൻ നമ്മളും അള്ളയും തമ്മിലുള്ള ഒരു കോംപ്രമൈസ്. അങ്ങനെ ആയിട്ടുണ്ട്. അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ സ്നേഹത്തിന് നമ്മൾ ഫുൾ ഓഫ് അത് മനസ്സിലാക്കിയിട്ട്, അള്ളാഹ് പറയുന്നത് നമുക്ക് ഏതൊരു പ്രയാസത്തിലും, ഏതൊരു സന്തോഷത്തിലും, ഏതൊരു സങ്കടത്തിലും ഓടിച്ചെന്ന് കയറാനുള്ള ഒരു സങ്കേതമായിട്ട് അള്ളാഹുവിനെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഏതൊരു തരത്തിലും ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റാത്ത, ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത, ഏതൊരു പ്രതിസന്ധികളിലും ക്ഷമിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോണ്ടായിട്ട് അത് മാറുന്നത് നമ്മൾ അള്ളാഹുവിനെ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കുമുള്ള സങ്കേതമായിട്ട് അള്ളാഹുവിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ്, പരിഗണിക്കുമ്പോഴാണ്. നമുക്കറിയാം, അള്ളാഹു പലപ്പോഴായിട്ട് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു കണ്ട നാടിയേക്കാൾ അള്ളാഹു അടിമനോട് അടുത്തവനാണ്. അള്ളാഹു
വഇദാ സഅലക ഇബാദി ഫഇന്നി ഖരീബ്, അങ്ങനെ പറയുന്നിടത്ത് അള്ളാഹു നബിനോട് പറയാണ്, വഇദാ സഅലക ഇബാദി, അടിമകളെ എന്നെ പറ്റിയിട്ട് ചോദിച്ചാൽ നിങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കണം. ഫക്കുൽ എന്ന് പോലും അള്ളാഹു അവിടെ പറഞ്ഞിട്ടില്ല. ഫക്കുൽ ഫഇന്നി ഖരീബ്, നബിയെ താങ്കൾ പറയുക ഞാൻ അടുത്തവനാണ് എന്നുള്ളതല്ല നബി തങ്ങൾ അള്ളാഹു നബിനോട് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഫക്കുൽ എന്നുള്ളതിന്റെ ഒരു സെപ്പറേഷൻ കൊണ്ട് പോലും ആ ഒരു ആയത്തിനെ വേർതിരിക്കാതെ ഇതാ സഅലക ഇബാദി ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് അത്രയും അടുത്തവനാണെന്ന് നബിയെ അവൻ ഓർമ്മിപ്പിക്കണം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അടുത്തവനാണ്. നമ്മളെ കണ്ട നാടിയേക്കാൾ അള്ളാഹു നമ്മളോട് അടുത്തവനാണ്. അള്ളാഹു വേറെ എവിടെയുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അള്ളാഹുവിനെ നമ്മൾ പലപ്പോഴായിട്ട് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ തന്നെ വന്ന് മുട്ടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയേറെ പരിഗണിക്കേണ്ട സ്നേഹിക്കേണ്ട ഒരാളാണ് അള്ളാഹു. പലപ്പോഴും അതിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനത്തെ ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ പറ്റാതെ നമുക്കാവുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻസിന് വിപരീതമായിട്ട് ലൈഫിൽ സംഭവിക്കുമ്പോൾ അല്ല എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്നോട് മാത്രം എന്താ ഇങ്ങനെയെന്ന് ഉള്ള ആ ഒരു അപക്വമായ ന്യായങ്ങൾ കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ആ ഒരു ടൈമിങ്, പ്ലാനിങ്, അതിലൊക്കെ ഉള്ള സീക്രട്സ് നമുക്ക് അറിയാതെ പോകുന്നതും പലപ്പോഴും അള്ളാഹുവിനെ നമ്മള് ഒരു എല്ലാ തരത്തിലുള്ള ഏതൊരു സാഹചര്യങ്ങൾ വന്നാലും ഉള്ള ഒരു ഓപ്ഷൻ ആയിട്ട് അള്ളാഹുവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറാൻ കഴിയില്ല. മറിച്ച് നമ്മൾ ഈ ഒരു എന്താ, അള്ളാഹു എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നത്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരുന്നത് തന്നെ എല്ലാ ടൈമിലും നമ്മൾ അള്ളാഹുവിന്റെ കൂടെയാണ്. അള്ളാഹു നമ്മളെ കൂടെ ആവുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു നമ്മളെ കൂടെയാണ്. അത് നമുക്ക് പലപ്പോഴും മറന്നു പോകുമ്പോഴാണ് പ്രയാസങ്ങൾ വരുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ അള്ളാഹുവിനെ അറിയാനോ അനുഭവിക്കാനോ നമുക്ക് കഴിയാതെ പോകുന്നത്. ഖുറാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന വർഗത്തിനെയും ഇൻസ് വർഗത്തിനെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. നമുക്ക് അറിയാം 5 വക്ത് നിസ്കാരമാണ് അള്ളാഹുവിന് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കാരമാണ്. ഇപ്പൊ റമദാൻ മാസം ആയതുകൊണ്ട് നോമ്പും. അപ്പോ മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, അള്ളാഹു ഇൻസ് വർഗത്തിനെയും ജിന്ന് വർഗത്തിനെയും സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അതായത് വേറൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ടും ദുനിയാവിലേക്ക് അള്ളാഹു ഇൻസിനെയും ജിന്നിനെയും പറഞ്ഞു വിട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ആരാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഫുൾ ടൈം നിസ്കരിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. ആരാ ആരാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം അള്ളാഹുവിന്റെ ആരാധനയിലായിരിക്കണം എന്നുള്ളതാണ് ആ ആയത്ത് കൊണ്ടുള്ള സാരാംശം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിക്റാണ്, സ്മരണയാണ്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സ്മരണയാണ്. വേറെ ഒരു കാര്യം, ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ആയിക്കോട്ടെ നമുക്ക് ആ സ്മരണ കീപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിയത്തുണ്ടെങ്കിൽ നമുക്ക് മുഅ്മിന് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ കർമ്മങ്ങളാണെന്ന് പറയാനും കാരണം അതന്നെയാണ്. നിയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ, നടക്കുന്നതായിക്കോട്ടെ ഇരിക്കുന്നതായിക്കോട്ടെ, ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നതായിക്കോട്ടെ കേൾക്കുന്നതായിക്കോട്ടെ, എല്ലാം ഇബാദത്ത് തന്നെയാണ്, ആരാധനയാണ്. അങ്ങനെ വരുമ്പോഴാണ് അടിമന്റെയും ഉടമന്റെയും സ്നേഹബന്ധത്തിന്റെ ഭാഗങ്ങൾ പറയുന്നിടത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും കണക്ഷൻ അടിമക്ക് കൊടുത്തിട്ടാണ് അള്ളാഹു എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു മെയിൻ പാർട്ടാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ, ഒരു സമുറായിന്റെയും അദ്ദേഹത്തിന്റെ വൈഫിന്റെയും കഥ പറയുന്നുണ്ട്. സമുറായും അദ്ദേഹത്തിന്റെ വൈഫും കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു കൊടുങ്കാറ്റ് വീശാണ്. കപ്പല് ഒക്കെ ആടി മറിയുന്ന തരത്തിൽ വല്ലാത്തൊരു കൊടുങ്കാറ്റ് വീശുന്ന സമയത്ത് സമുറായിന്റെ വൈഫ് വല്ലാതെ പേടിക്കുന്നുണ്ട്. പേടിച്ചിട്ട് എന്തൊക്കെയോ പരിഭ്രമിക്കുന്ന സമയത്തും സമുറായി ഒരു സൈഡിൽ മാറി നിന്നിട്ട് ആ കാറ്റ് നോക്കിയിട്ട് വൈഫ് സമുറായിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വലിയ കൊടുങ്കാറ്റ് വന്നിട്ടും ഇത്രയും വലിയ കാറ്റിങ്ങനെ അടിച്ചു വീശി നമ്മളിപ്പോ മരിച്ചു പോവോന്നുള്ള പേടിയിലായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശാന്തനായിട്ട് ഈ കപ്പലിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ സമുറായി ഒരു വാളെടുത്തിട്ട് വൈഫിന് നേരെ വെക്കുന്നുണ്ട്. കൊല്ലാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ സമുറായി വൈഫിന്റെ നേരെ വാള് വെക്കുമ്പോ സമുറായി വൈഫിനോട് ചോദിക്കുകയാണ്, ഞാനിപ്പോ ഈ വാളോട് നിന്നെ കൊല്ലാൻ പോകുന്ന തരത്തിൽ നിന്നിട്ടും നീ എന്തുകൊണ്ട് പേടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ വൈഫ് പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ എന്നെ എത്രയേറെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്, നിങ്ങൾ ഒരിക്കലും എന്നെ കൊല്ലൂല, നിങ്ങൾ എന്നെ ഒരിക്കലും പ്രയാസപ്പെടുത്തൂല, നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കുന്നത് മാത്രമാണ് എന്നുള്ളത് എനിക്കറിയാം എന്നുള്ളത് വൈഫ് പറയുന്ന സമയത്ത് സമുറായി ഓൾസോ പറയുന്നുണ്ട്,
അത് തന്നെയാണ് എന്റെ റബ്ബ് എന്നെ ഒന്നും ചെയ്യൂല എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. എന്റെ റബ്ബ് ഏതൊരു കൊടുങ്കാറ്റിലും എന്നെ പിടിച്ചു നിർത്തും എന്നുള്ളത് എനിക്കൊരു വിശ്വാസമുണ്ട്. ബിക്കോസ് അള്ളാഹു എന്നെ എത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ് എന്നുള്ളത് സമുറായി വൈഫിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എന്തൊരു പ്രയാസം വരുന്ന സമയത്തും അള്ളാഹ് ലവ്സസ്, അള്ളാഹു നമ്മൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു ലവിന്റെ പിന്നാമ്പുറത്ത് അള്ളാഹു തരുന്ന നമുക്കുള്ള ചില പ്രയാസങ്ങൾ മാത്രമാണ് ഇതിൽ. യബ്ലുവന്നക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്നുള്ള ജസ്റ്റ് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രയാസങ്ങൾ മാത്രമാണ് ഈ ദുനിയാവിൽ അള്ളാഹു തരുന്നത്. അതും അവന്റെ സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഏതൊരു സിറ്റുവേഷനിലും അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും ഇതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ പ്രാക്ടിക്കലി നമ്മളെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാനും നമ്മളെല്ലാവരും നമ്മൾ പ്രാക്ടിക്കലി ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അത് ഈ ഒരു ടൂള് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അള്ളാഹു തരുമ്പോൾ പലപ്പോഴും നമ്മൾ ഡൗൺ ആയി പോവാണ്. ആ ഒരു സമയത്ത് അതിനെ ഉപയോഗിക്കാൻ പറ്റണേ അള്ളാഹ് എന്നുള്ളൊരു ദുആ ആണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗമാക്കിയതിൽ അതിലൊരു ഭാഗം മാത്രമാണ് അള്ളാഹു ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത്. ദുനിയാവിൽ നമ്മൾ ഒരു ഉമ്മ മകനിക്ക് കാണിക്കുന്ന, ഒരു ഉമ്മ മകളോട് കാണിക്കുന്ന കാരുണ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കലുണ്ട്, അള്ളാഹു എന്തൊരു തരത്തിലുള്ള കാരുണ്യമാണ് ഓരോ ഉമ്മമാരുടെയും ഹൃദയത്തിൽ, ഓരോ ഉമ്മമാരുടെയും മനസ്സിൽ നീ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വിചാരിക്കലുണ്ട്. അതായത് ആ ഒരു കാരുണ്യം കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദുനിയാവിൽ കാണുമ്പോൾ തന്നെ അത് വല്ലാത്തൊരു കാരുണ്യം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അള്ളാഹു കാരുണ്യത്തെ 100 ഭാഗമാക്കിയതിലുള്ള ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന കാരുണ്യങ്ങളൊക്കെയും. ബാക്കിയുള്ള 99 കാരുണ്യവും ആരുടെ അടുത്ത് തന്നെയാണ്? അള്ളാഹുവിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഓരോ കാരുണ്യങ്ങൾ കാണുമ്പോഴും, ഓരോ ഉമ്മയും ഓരോ മകൾക്ക് ചുരിച്ചു കൊടുക്കുന്ന സ്നേഹം കാണുമ്പോഴും നമ്മള് ആ ഉമ്മന്റെയും ആ മകളുടെയും സ്നേഹബന്ധത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ 99 കാരുണ്യവും നിക്ഷേപിച്ചു വെച്ച അള്ളാഹുവിന്റെ കാരുണ്യം ആഖിറത്തിൽ നമുക്ക് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്റെ അടിമനോട് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ആ 99 കാരുണ്യവും എത്ര വലുതായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഓരോ സിംറ്റംസും, ഓരോ സാഹചര്യങ്ങളും, ഓരോ അവസരങ്ങളും അള്ളാഹു നമുക്ക് ദുനിയാവിൽ കാണിച്ചു തരുന്നതായ, കേൾപ്പിച്ചു തരുന്നതായ, അനുഭവിക്കാൻ വേണ്ടി തരുന്നതായ ഓരോ കാര്യങ്ങളും അൾട്ടിമേറ്റ്ലി ഏറ്റവും അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയാൻ അള്ളാഹു തരുന്ന കാരണങ്ങൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് മനസ്സിലാകാതെ അതും തപ്പി തടഞ്ഞ് നമ്മൾ പോയി പോകുന്നു എന്നുള്ളതാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ദിവസം വളരെയധികം പാപങ്ങൾ ചെയ്ത ഒരു വ്യക്തി വന്നിട്ട്, നബിയെ എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് തൗബ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നബി അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ അതിന് എന്താണ് ഇത്രമാത്രം തെറ്റ് ചെയ്തത്? തൗബ ഉണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം നീ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ വല്ലാതെ തെറ്റ് ചെയ്തൊരു മനുഷ്യനാണ് നബിയെ. കാരണം എന്റെ ഡ്യൂട്ടി, എന്റെ ജോബ് എന്ന് പറഞ്ഞാല്, എന്റെ പണി എന്ന് പറഞ്ഞാല് നാട്ടിൽ ആരെങ്കിലും മരിച്ചു എന്ന് അറിഞ്ഞാല് ഞാൻ ആ മരിച്ച വ്യക്തികളെയൊക്കെ കബറടക്കി കഴിഞ്ഞതിന് ശേഷം ആ കബറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ നിൽക്കും. എല്ലാ ജനങ്ങളും കബറിനെ തൊട്ട് പിരിഞ്ഞു പോയെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞാല് ആ കബറിൽ ഞാൻ ഇറങ്ങുകയും ആ മരിച്ച ആളുടെ കഫൻ പുടവ ഞാൻ എടുക്കുകയും ആ കഫൻ പുടവ വിറ്റിട്ടാണ് ഞാൻ ജീവിക്കുകയും ചെയ്യുന്നത് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും പറഞ്ഞില്ല. ഇത് മാത്രല്ല അദ്ദേഹം ചെയ്ത തെറ്റ് നബിയെ, മറിച്ച് ഒരു ദിവസം നാട്ടിലുള്ള ഒരു സുന്ദരിയായ യുവതി മരണപ്പെട്ട ദിവസം ആ ഒരു യുവതിന്റെ ഖബറിന്റെ അടുക്കലും ഞാൻ പോയി. ഖബറിന്റെ അടുക്കൽ പോയി എന്നുള്ളത് മാത്രല്ല, ആ യുവതിന്റെ കഫൻ തുണിയും ഞാൻ എടുത്തു. വളരെയധികം സുന്ദരിയായിട്ടുള്ള ആ യുവതിനെ കണ്ട സമയത്ത് എന്നിലുള്ള കാമം വരികയും ഞാൻ ആ സ്ത്രീനെ ഖബറിൽ വെച്ച് തന്നെ വ്യഭിചരിക്കുകയും ചെയ്തു നബിയെന്ന് നബിനോട് ഈ വ്യക്തി ചെയ്ത തെറ്റുകൾ പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോന്ന് പറയുന്നുണ്ട്. ഖബറിൽ വെച്ചിട്ട് ഒരു സുന്ദരിയായ യുവതിനെ വ്യഭിചരിച്ചു, ആ സ്ത്രീന്റെ കഫൻ പുടവ് വിറ്റു എന്നൊക്കെ പറയുമ്പോ ഈ വ്യക്തിക്ക് തന്നെയുള്ള എല്ലാ പ്രതീക്ഷകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയും കൂടി ചെയ്തപ്പോ ഈ വ്യക്തിയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കാണ്. നബി തങ്ങള് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിനോട് ചോദിക്കാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു അടിമനെ നബിയെ താങ്കൾ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പറഞ്ഞു വിട്ടത്? എന്റെ അടുത്തേക്ക് വരാൻ പറയും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ഏറെ തെറ്റ് ചെയ്ത ഒരു മനുഷ്യനെയും ഇത്രയും
പിന്നെ എന്തൊക്കെയോ തരത്തിൽ ജീവിതങ്ങളായി പോയി എന്ന് വിചാരിക്കുന്ന മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കോൾസ്, അള്ളാഹു നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് തിരിച്ചു പോവാനുള്ള, അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ച് നടക്കാനുള്ള ഒരു മനസ്സ് നമുക്കാണ് ഉണ്ടാവേണ്ടത്. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ വാതിലുകള് ഓപ്പൺഡ് ആണ്. റമദാൻ മാസത്തിൽ നമ്മൾ പറയും നരകത്തിന്റെ വാതിലുകളൊക്കെ അടച്ചു കഴിഞ്ഞു, സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു കഴിഞ്ഞു. അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു വാതില്, അള്ളാഹു എപ്പോഴും പിന്നെ നമ്മുടെ മുമ്പിൽ ഓപ്പൺഡ് ആണ്. ഏത് സമയത്തും നമുക്ക് തൗബ ചെയ്ത് മടങ്ങി ചെല്ലാൻ കഴിയുന്ന തരത്തില്, നമുക്കൊന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹ് വിളിച്ച് ഓടി ചെല്ലാൻ പറ്റുന്ന തരത്തില് അള്ളാഹു എപ്പോഴും നമ്മുടെ മുമ്പിൽ ഓപ്പൺ തന്നെയാണ്. പിന്നെ 8-ാം നൂറ്റാണ്ടിലുള്ള 8th സെഞ്ചുറിയിലുള്ള സാലിഹ് എന്ന് പറയുന്ന ഒരു സേജ്, ഒരു സന്യാസി, പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ, ശിഷ്യന്മാർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാലിഹ് എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു സന്യാസി, പിന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ എപ്പോഴും അള്ളാഹുവിന്റെ വാതിലുകൾ മുട്ടിക്കൊണ്ട് നിൽക്കണം. അള്ളാഹുവിന്റെ വാതിലുകൾ എപ്പോഴെങ്കിലും ഒരു ദിവസം തുറക്കപ്പെടും. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? വാതിൽ മുട്ടിക്കൊണ്ട് നിൽക്കണം എന്ന് ഈ സാലിഹ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ക്ലാസ് എടുത്തു കൊടുക്കാണ്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന റാബിയത്തുൽ ബസ്രി റളിയല്ലാഹു അൻഹു, റാബിയ ബീവി റളിയല്ലാഹു അൻഹ, പിന്നെ സാലിഹ് എന്നവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കുട്ടികളോട് എപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ വാതിൽ മുട്ടിക്കൊണ്ട് നിൽക്കണം, എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളത് എന്തിനാണ് നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? മറിച്ച് അള്ളാഹുവിന്റെ വാതിൽ എപ്പോഴും ഓപ്പൺ അല്ലേ, അതൊരിക്കലും അടക്കുന്നില്ല. തുറക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അടച്ചതൊരു സാധനമാണല്ലോ നമുക്ക് തുറക്കാൻ പറ്റുക. അള്ളാഹുവിന്റെ വാതിൽ എപ്പോഴും ഓപ്പൺ ആണല്ലോ എന്നുള്ളത് റാബിയ ബസ്രി റളിയല്ലാഹു അൻഹ സാലിഹ് റളിയല്ലാഹു അൻഹുവിന് തിരുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ വാതിൽ എന്ന് പറയുന്നത് എപ്പോഴും, റമദാൻ മാസം മാത്രമല്ല, എപ്പോഴും അള്ളാഹ് നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കുന്നുണ്ട്. എപ്പോഴും അള്ളാഹു നമ്മളെ വിളിക്കുന്നുണ്ട്, അവനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മളെ എപ്പോഴും വിളിക്കുന്നുണ്ട്. ഒരു ടൈം നമുക്ക് അതിനുള്ള ഒരു മനസ്സും അതിന് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹവുമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അത് മാത്രമാണ്. പലപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവണേ, അള്ളാഹു നമുക്ക് പുറത്തു തരണേ, ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ടും മേഴ്സിക്ക് വേണ്ടിയിട്ടും എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. സീക്രട്സ് ഓഫ് ഡിവൈൻ ലവ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഹെൽവ എഴുതി സീക്രട്സ് ഓഫ് ഡിവൈൻ ലവ് എന്ന് പറയുന്ന പുസ്തകത്തില് അള്ളാഹുവിന്റെ മേഴ്സിനെ കുറിച്ചിട്ടും ഫോർഗീവ്നെസ്സിനെ കുറിച്ചിട്ടും പറയുന്നിടത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മേഴ്സി കൊടുക്കണം എന്നുള്ളതാണ്. ദുനിയാവിലുള്ളവരോട് കരുണ കാണിച്ചാൽ മാത്രമേ ദുനിയാവിലുള്ളവനോട് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവന് നിങ്ങളോട് കരുണ കാണിക്കുന്ന അള്ളാഹു പറയുന്നുണ്ട്. ആ ഒരു കാരുണ്യം എന്ന് പറയുന്നത് ദുനിയാവിലുള്ള അള്ളാഹുവിന്റെ മറ്റു പടപ്പുകൾക്ക് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ അടുത്ത് നിന്നത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കണം. ആർക്ക്? അള്ളാഹ് തന്നെ കൊടുക്കണം എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ മറ്റു പടപ്പുകൾക്ക് നമ്മളത് കൊടുക്കണം. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്, വി വാണ്ട് ഫോർഗീവ്നെസ്, നമുക്ക് അള്ളാഹു പൊറത്തു തരണം എന്നുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹവും ആവേശവും നമുക്കുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച മനുഷ്യരോട് നമ്മൾ പുറത്തു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് തേടുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ഒരു മധുരം ഉണ്ടാവുക. ഇപ്പൊ നമുക്കറിയാം, റമദാന്റെ 2ാമത്തെ 10 എന്ന് പറയുമ്പോൾ പൊറുക്കലിന്റെ, പാപമോചനത്തിന്റെ 10ആണ്. അള്ളാഹുവിനോട് ഒരുപാട് പ്രാവശ്യം നമ്മുടെ അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചോദിക്കേണ്ട സമയമാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാൻ അത് ചോദിക്കുന്ന സമയത്തും എന്നെ വേദനിപ്പിച്ച കുറെ ആൾക്കാരോടുള്ള പകയും വിദ്വേഷവും ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ? ആ വ്യക്തികൾക്ക് പോലും പുറത്ത്, ഇത്രയും എന്നെ ചെറിയ തരത്തിലായിക്കോട്ടെ വലിയ തരത്തിലായിക്കോട്ടെ വേദനിപ്പിച്ച ആ വ്യക്തികൾക്ക് പുറത്തു കൊടുക്കാൻ മാത്രം എന്റെ മനസ്സ് പാകമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ അള്ളാഹുവിനോട് ഞാൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും പാപമോചനത്തിന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവരൊത്സവം അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, അള്ളാഹുവുമായിട്ടുള്ള ബാധ്യതകളെക്കാൾ നമ്മൾ പേടിക്കേണ്ടത് പടപ്പുകളുമായിട്ടുള്ള ബാധ്യതയാണ്. കാരണം അള്ളാഹിനോടൊന്ന് കരഞ്ഞു പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനോടൊന്ന് അള്ളാഹ്ന്ന് വിളിച്ചാൽ തന്നെ, മനസ്സറിഞ്ഞ് അള്ളാഹ്ന്ന് വിളിച്ചാൽ തന്നെ, പിന്നെ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും, അള്ളാഹു നമ്മളെ കെട്ടിപ്പിടിക്കും. ഹി വിൽ ഹഗ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം, പിന്നെ നമ്മൾ എത്ര തന്നെ തെറ്റ് ചെയ്ത വ്യക്തികളായിക്കോട്ടെ, അള്ളാഹ്ക്ക് വേണ്ടത് നമ്മുടെ തൗബയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് പുറത്തു കൊടുക്കാൻ പാകത്തിന് നമ്മളെ മനസ്സ് വിശാലമായിട്ടുണ്ടോ? നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരോട് കരുണ കാണിക്കാൻ മാത്രം നമ്മുടെ മനസ്സ് വിശാലമായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യം, അള്ളാഹുവിന്റെ റഹീം, റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്തൊക്കെ ദുനിയാവില് നമുക്ക് കാണിക്കാൻ പറ്റുന്ന കുറെ സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് ഇട്ടുതരും. നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിനെ കാണാന്നുള്ള ഒരു ദുആകളിൽ നിന്നും ആ ഒരു ദുആ മാത്രം പോരാ, അള്ളാഹുവിനെ അനുഭവിക്കാനുള്ള
സ്നേഹിക്കാനുള്ള, അള്ളാഹുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള ഒരു ദുആ കൂടി നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാ അള്ളാഹുവിനെ അനുഭവിക്കുന്നത്? അള്ളാഹുവിനെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പൊ നിസ്കരിച്ച് കഴിഞ്ഞിട്ട്, ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് എനിക്ക് അള്ളാഹുവിനെ പ്രത്യേകിച്ച് അനുഭവിച്ചൊരു ഫീൽ ഒന്നും കിട്ടുന്നില്ല. അള്ളാഹു പറയുന്നുണ്ട്, ഒരു അടിമയും ഉടമയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം സുജൂദിലാണ് എന്നുള്ളത്. എത്ര സുജൂദുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു, പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് അത്രയും ആ ഒരു അള്ളാഹു പറഞ്ഞ ആ ഒരു കണക്ടിവിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോ ആ ഒരു സുജൂദ് നമ്മള്, ആ ഒരു സുജൂദ് ഏറ്റവും യഥാർത്ഥ തരത്തിലുള്ള സുജൂദ് ആവാത്തത് കൊണ്ടായിരിക്കാം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞ് സുജൂദ് ചെയ്യുമ്പോഴായിരിക്കാം അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. നമ്മള് സുബ്ഹാൻ റബ്ബിയൽ അഅ്ല വബിഹംദിഹി 3 പ്രാവശ്യം പറഞ്ഞ് എഴുന്നേൽക്കേണ്ട ഒരു കർമ്മം മാത്രമാണ് സുജൂദ് എന്നതിനെ നിന്നും മാറി, അത് ഞാനും അള്ളാഹും തമ്മിലുള്ള ഒരു ഇന്റിമേറ്റ് കണക്ഷൻ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു പറഞ്ഞ ആ ഒരു സുജൂദും നമ്മൾ ചെയ്യുന്ന ആ ഒരു സുജൂദും ഒന്നാവുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അസ്മാഉൽ ഹുസ്ന. ഓരോന്ന് ചൊല്ലുമ്പോഴും നമുക്ക് അള്ളാഹുവിനെ ഫീൽ ചെയ്യാൻ പറ്റണം. എങ്ങനെ? യാ അള്ളാഹ്, യാ റഹ്മാൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തരത്തിലുള്ള കാരുണ്യങ്ങൾ, പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സമയത്ത് ഡെസ്പായിട്ടുണ്ടെങ്കിലും, ആ സമയത്ത് നമ്മൾ ഭയങ്കര നിരാശയായിട്ടുണ്ടെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവും, ആ അതായിരുന്നു ഹൈറ്, അതായിരുന്നു നല്ലത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത്. ഒരു പക്ഷേ നമ്മൾ അറിയുന്നതിനേക്കാൾ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, നമുക്ക് ഹയർ ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ള അറിയുന്നത് നമ്മുടെ ക്രിയേറ്ററിന് തന്നെയാണ്, നമ്മൾ സൃഷ്ടിച്ച ഒരാൾക്ക് തന്നെയാണ്. നമ്മളിപ്പം നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു സാധനം ഉണ്ടാക്കി, ഒരു എക്സാമ്പിൾ ഫോർ ഒരു ഡോളോ എന്തെങ്കിലും തരത്തിലുള്ള സാധനം നമ്മൾ ഉണ്ടാക്കി, ജീവനൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. ആ ഒരു സാധനത്തിന് ഏറ്റവും നല്ലോണം പരിചരിക്കേണ്ട രീതിയും അറിയുന്നത് നമ്മൾ തന്നെയായിരിക്കും, വേറെ ആരെക്കാളും. അതുപോലെ തന്നെ നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു അള്ളാഹുവിനെ തന്നെയാണ് നമ്മൾക്കാൾ ഏറ്റവും ബെസ്റ്റ് ആയത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് അറിയാം അള്ളാഹുവിന് തന്നെയാണ്. പക്ഷെ ഓൺ ടൈം, ആ ഒരു ടൈമിങ്ങിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചറിയിച്ച് തരും. പക്ഷെ നമുക്ക് ആ ഒരു നമ്മുടെ എക്സ്പെക്ടേഷന് വിപരീതമായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വി കാൻ ഹാൻഡിൽ ഇറ്റ്, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോകും. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് ഐ ബിലീവ് ഇൻ ദ പവർ ഓഫ് അള്ളാഹ്, അല്ലെങ്കിൽ ഐ ബിലീവ് ഇൻ ദ പവർ ഓഫ് ഹിസ് ടൈമിങ്. അള്ളാഹിന്റെ ടൈമിങ്ങിൽ എനിക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിന്റെ ആ ഒരു സിസ്റ്റത്തിൽ, അള്ളാഹുവിന്റെ ആ ഒരു സീക്രട്സിൽ, പ്ലാനിങ്ങിന്റെ സീക്രട്ടിൽ എനിക്ക് വിശ്വാസം ഉണ്ട് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന നന്മകളായിക്കോട്ടെ, നല്ല കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ചില മോശത്തരങ്ങളായിക്കോട്ടെ, അതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെയും പിന്നെയും നമ്മളെ അള്ളാഹു കെട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹു തരുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിക്കൊള്ളണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇൻ എസൻസ്, ചുരുക്കി പറഞ്ഞാല് അള്ളാഹുവിനെ അനുഭവിക്കുക എന്നുള്ളതാണ് ദുനിയാവില് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി, ഏറ്റവും വലിയ ഗിഫ്റ്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് തിരക്കുകളും ഒരുപാട് കാര്യങ്ങളും ദുനിയാവിൽ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള്. അതിന്റെ ഇടയിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു തന്നിട്ടുള്ളത് ടു ഫീൽ ഹിം, അള്ളാഹുവിനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു നോ ഹിം, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഒരു എല്ലാ കാര്യങ്ങളും കടന്നു പോയിട്ട് ലാസ്റ്റ് നമ്മളെ മരണശേഷമാണ് നമ്മൾ അറിയുന്നത്, ആ കാര്യങ്ങളൊക്കെ നിന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അള്ളാഹ്, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ആ ഒരു ഭയങ്കര സങ്കടത്തിൽ നമ്മൾ പറയുന്ന നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് സിംറ്റംസ്, ഒരുപാട് വ്യക്തികളെ സഹായിക്കാനുള്ള അവസരങ്ങൾ, ഒരുപാട് വ്യക്തികൾക്ക് കാരുണ്യം ചെയ്യാനുള്ള അവസരങ്ങൾ, ഒരുപാട് വ്യക്തികളെ ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ, ഇതൊക്കെ തരുമ്പോഴും അള്ളാഹു നമുക്ക് തരുന്നത് അവൻ അനുഭവിക്കാനുള്ള അവസരങ്ങളാണ്, അവൻ അറിയാനുള്ള അവസരങ്ങളാണ്. ഇതൊന്നും മുതലെടുക്കാതെ നമ്മൾ പിന്നെയും അള്ളാഹു നിന്നെ കാണാനുള്ള തൗഫീഖ് എനിക്ക് തരണേ എന്ന് മാത്രമുള്ള ദുആയിൽ നമ്മൾ ഒതുങ്ങി പോവാണ്. ദുനിയാവ് എന്ന് പറയുന്നതും ആഖിറ എന്ന് പറയുന്നതും അള്ളാഹു തരുന്നത് തന്നെയാണ്. ദുനിയാവിന് എന്തോ പോലെ ജീവിച്ചു തീർക്കണം എന്ന് അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല. ദുനിയാവിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുഭവിക്കാൻ കഴിയാന്നുള്ളതാണ്, അറിയാൻ കഴിയാന്നുള്ളതാണ്. ആഖിറത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണാൻ കഴിയാന്നുള്ളതാണ്. ബോത്ത് ഓഫ് us, രണ്ടും നമുക്ക് ആവശ്യമാണ്, രണ്ടും നമുക്ക് വേണം. ദുനിയാവ് നമുക്ക് അള്ളാഹുവിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചൂസ് ചെയ്ത് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ അവനിലേക്ക് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അവന്റെ കയ്യിലുള്ള ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തരാം. അപ്പൊ നമ്മൾ
ചുറ്റും കടന്നു പോകുന്ന, നമ്മളെ കൺമുമ്പിലൂടെ പാസ് ചെയ്തു പോകുന്ന ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും അള്ളാഹുവിനെ അറിയാനുള്ള ടൂൾസ് ആണ്, സിംറ്റംസ് ആണ്, അടയാളങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ സാഹചര്യങ്ങളും അവനെ അറിയാനും അനുഭവിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്താൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോഴാണ് അള്ളാഹു നമ്മളും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ദൃഢമാവുന്നത്. അത് റമദാൻ മാസത്തിലേക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ ലൈഫിലോ, നമ്മൾ ജനിച്ചന്ന് മുതൽ, അതായത് നമുക്ക് നമ്മുടെ ശ്വാസം എപ്പോഴാണ് നിലക്കുന്നത് അതുവരേക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു സംഭവമാണത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ സംഭവങ്ങളോമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന സമയത്ത്, ആ ഒരു സമയത്തുള്ള ആ ഒരു നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഇല്ലാണ്ടായി പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇടും. അള്ളാഹു മാത്രമാണ് ഉള്ളത്, എല്ലാം പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, അള്ളാഹു മാത്രമാണ്, അത് മാത്രമേ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ ആ ഒരു സമയത്താണ് നമ്മൾ അത് തിരിച്ചറിയുക, നമ്മളത് മറ്റുള്ളവരെ അറിയിക്കുക. പക്ഷെ അതേ സ്ഥാനത്ത് അത് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. അതല്ല എല്ലാ പെർമനന്റ് ആയിട്ടുള്ളത്, അത് മാത്രമാണെന്ന് നമ്മൾ അറിയുമ്പോഴാണ്, അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, ഉൾക്കൊള്ളുമ്പോഴാണ് ഏതൊരു സാഹചര്യത്തിനെയും അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യാനും എല്ലാ സാഹചര്യത്തിലും ഒരു ഹൈറിനെ നമുക്ക് ഫീൽ ചെയ്യാനും അള്ളാഹുവിന്റെ സ്നേഹത്തിനെ, അവന്റെ ആ ഒരു അൾട്ടിമേറ്റ് ലവ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാത്രമാണ് പെർമനന്റ് ആയിട്ടുള്ളത്. അതിനെ നമുക്ക് ഫീൽ ചെയ്യാനും കഴിയുക എല്ലാ സമയത്തും നമ്മൾ അതിനെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ്. സങ്കടം വരുമ്പോൾ മാത്രമല്ല, പ്രയാസം വരുമ്പോൾ മാത്രമല്ല, നമ്മളെ എക്സ്പെക്ടേഷൻസ് നടക്കുമ്പോൾ മാത്രമല്ല, നടക്കാതിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മളൊരു വ്യക്തിയെ പരിഗണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളോട് നല്ലത് ചെയ്യുമ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും മോശമായത് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, നല്ലത് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, നമ്മള് അള്ളാഹുവിലേക്ക് അത്രയും കണക്റ്റഡ് ആയിരിക്കുമ്പോൾ ഇതൊന്നും നമ്മളെ വലിയ തരത്തിൽ ബാധിക്കാൻ പോകുന്നില്ല. നമുക്ക് അതൊക്കെ ഒരു സൈഡ് ആയിട്ട് അങ്ങനെ പോകുന്നത് കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് നമ്മളൊരു സൈഡ് ആയിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മള് ഫ്ലോപ്പ് ആയി പോകും. ഒരു ഓൺ ടൈമിൽ ചില ഹാപ്പിനെസ്, ചില സന്തോഷങ്ങൾ അത് തരുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം കഴിഞ്ഞൊന്നിരുന്ന് പിന്നെ ഒരു ഡീപ് ബ്രീത്ത് ഒക്കെ ചെയ്ത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അതൊക്കെ ടെമ്പററി ഹാപ്പിനെസ് മാത്രമായിരുന്നു. ഞാൻ എന്തോ എന്റെ പെർമനന്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്കത് മനസ്സിലാവുന്നതിനേക്കാൾ നല്ലത് നമ്മള് നല്ല സമയത്ത്, നല്ല കാലത്ത് നമുക്കത് മനസ്സിലാവുമ്പോഴാണ്. അത് മനസ്സിലാവാനുള്ള ഒരുപാട് അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺമുമ്പിൽ തരുന്നുണ്ട്. പക്ഷെ വി വാണ്ട് യൂട്ടിലൈസ് ഇറ്റ്. നമ്മളത് ഉപയോഗപ്പെടുത്തണം, നമ്മളത് മുതലെടുക്കണം. അതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അള്ളാഹു ഓരോ കാര്യങ്ങളും തരുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഓരോ കാര്യങ്ങളും കാരണങ്ങളും നമുക്ക് അള്ളാഹു നിരത്തി തരുന്നത് ഫോർ അസ്, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മളോടും എന്നോടും പിന്നെ നിങ്ങളോടും ആണ് എല്ലാ കാര്യങ്ങളും. നമ്മളെല്ലാരും മനുഷ്യന്മാരാണ്. ഓരോ സമയത്ത് നമുക്ക് നമ്മളെ മൂഡ് മാറുന്നതിനനുസരിച്ച് നമുക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മള് എല്ലാവരും പരസ്പരം മനസ്സിലാക്കിയിട്ട് ഉള്ള ആൾക്കാരാണ്. നമ്മള് ഓരോ വ്യക്തികളും ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാരുമാണ്. ഓൺ ടൈം നമുക്ക് പ്രാക്ടിക്കലി ഇത് കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. വി കാൻ ട്രൈ. നമുക്ക് ട്രൈ ചെയ്തിട്ട് അള്ളാഹുവിന്റെ ആ ഒരു ടൈമിങ്ങിനെ വിശ്വസിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ലവ് റിലേറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തൗഫീഖിന് വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാനും കഴിയും. പിന്നെ ഓൺ ടൈം നമുക്ക് ആ സബ്റു ഇന്ദ സ്വതമത്തിൽ ഊല, സ്വതമത്തിൽ ഊലയിലുള്ള സബറിനാണ് ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ത സ്വതമത്തിൽ ഊല, ആദ്യഘട്ടത്തിൽ നമുക്ക് ആ ക്ഷമ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോ നമുക്ക് അള്ളാഹു എന്ത് തരുന്നുണ്ടെങ്കിലും നമ്മൾ അള്ളാഹ് ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് അള്ളാഹു തന്നെയാണ്. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതല്ലാത്ത ഒരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരൂല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് വേണം. അതെ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ. എല്ലാം ഒരു ബ്ലസ്ഡ് റീസൺസിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. നമ്മളെ ജീവിതത്തിന്റെ പിന്നിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തടഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു റീസൺ, നമുക്ക് നമ്മുടെ ഹയറിന് വേണ്ടിയിട്ടായിരിക്കുന്നു പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ അറിയാനും അനുഭവിക്കാനുമുള്ള തൗഫീക്കിനെ ദുനിയാവിൽ കിട്ടാനും അള്ളാഹുവിനെ കാണാനുള്ള തൗഫീക്കിനെ ആഖിറത്തിൽ കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ടും പാപമോചനത്തിന് വേണ്ടിയിട്ടും ചോദിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കുക. ഞാൻ ആർക്കെങ്കിലും പുറത്തു കൊടുക്കാനുണ്ടോ? ഞാൻ ആർക്കെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുക്കാനുണ്ടോ? എന്നിട്ട് മാത്രം അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് ഫോർഗീവ്നെസ്സിന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ, അള്ളാഹിന്റെ മുമ്പിലുള്ള പടപ്പുകൾക്ക് അത് ചെയ്തു കൊടുക്കേണ്ടത് എന്റെയും കൂടെ കടമയല്ലേ? ആ ഒരു നമ്മള് കാരണം ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് ആ ഒരു വ്യക്തി നഷ്ടത്തിലായി പോവണ്ട എന്നുള്ള ഒരു ബോധം നമ്മളെടുത്തുണ്ടാവണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ നല്ലൊരു പിന്നെ
ജീവിതം അവനക്ക് സബ്മിറ്റ് ചെയ്യാനും അവന്റെ അടുത്തുള്ള ഏറ്റവും നല്ല കാര്യം അള്ളാഹു അവനിൽ നിന്ന് നൽകാനും നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള തൗഫീഖിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ? നേരത്തെ ആ ബുക്കിന്റെ പേര് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, സീക്രട്സ് ഓഫ് ഡിവൈൻ ലവ്. ഹെൽവ എന്ന് പറയുന്ന ആളാണ്, ഹെൽവയാണ് അത് എഴുതിയിട്ടുള്ളത്. എല്ലാരും വായിച്ചാല് നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്ക് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ബുക്കാണ്. വായിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ കിട്ടും അതില്. പിന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാനുള്ള സമയം ഇല്ലല്ലോ, അതുകൊണ്ട് മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ്. പക്ഷെ എന്താ, എല്ലാവർക്കും മനസ്സിലാവും, സിമ്പിൾ ലാംഗ്വേജ് ആണ്. അതിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയിട്ട് ഈ നമ്മൾ അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ, 99 നാമങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ എല്ലാത്തിന്റെയും അത് ഓരോന്ന് ചൊല്ലുമ്പോഴും നമ്മൾ എന്താണ് ഫീൽ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അതിലുള്ള വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ ഒരു പറയുന്നുണ്ട്, നമ്മൾ പ്രാക്ടിക്കലായിട്ട് അള്ളാഹിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റും ഇരുന്നിട്ട് നമ്മൾ കാണുന്ന എന്തെങ്കിലും ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള, നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തൊടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ജേണൽ എഴുതുക. ഇപ്പോ അറ്റ്ലീസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ബീച്ചിൽ പോയി, ബീച്ച് കാണുമ്പോൾ നമ്മൾ വല്ലാണ്ട് അതിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ മടങ്ങി വരും. പക്ഷെ അപ്പോഴും അപ്പൊ നമുക്ക് അള്ളാഹുവിനെ ഫീൽ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. എന്താണ്? ഇത്രയും വലിയ അൽ ജബ്ബാർ, ഇത്രയും വലിയ ഒരു കാര്യങ്ങളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന, അല്ലെങ്കിൽ ഇത്രയും വലിയ പിന്നെ എല്ലാ ഭൂമിയിലുള്ള കാര്യങ്ങളെയും ഇത്രയും സ്മൂത്ത് ആൻഡ് നീറ്റ് ആയിട്ട് പരിപാലിച്ചു പോരുന്ന അള്ളാഹ്, ഇതൊക്കെ നമ്മൾ ആലോചിക്കലുണ്ടോ? ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് ബീച്ച് കണ്ട് മടങ്ങി പോരല്ലേ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു ഉമ്മ മകൾക്ക് കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോ യാ റഹ്മാൻ, അള്ളാഹുവിന്റെ റഹ്മാന്, അല്ലെങ്കിൽ യാ റഹ്മാൻ എന്നുള്ളൊരു വിളിയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. അള്ളാഹുവിന്റെ റഹ്മത്ത് എത്രത്തോളം വിശാലമാണ് എന്നുള്ളതാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. പിന്നെ അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചാല് ഒരു മുതലായിരിക്കും ഇൻഷാ അല്ലാ. ഏറ്റവും കൂടുതൽ എനിക്ക് പിന്നെയും പറയാനുള്ളത്, എന്നോടും നിങ്ങളോടും ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നമ്മൾ അധികരിപ്പിക്കേണ്ട ദുആ എന്ന് പറയുന്നത്, അധികരിപ്പിക്കേണ്ട ദുആനോട് കൂടെ ആ ദുആനുള്ള ഉത്തരം നമുക്ക് അള്ളാഹു ദുനിയാവിൽ തരുമ്പോ അത് യൂട്ടിലൈസ് ചെയ്യും കൂടി വേണം എന്നുള്ളതാണ് കേട്ടോ. ഞാൻ കുറെ ദുആ ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കാണ്. നമ്മളിപ്പോ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ പോലെ, അള്ളാഹ് ദുനിയാവിൽ നിന്നെ അനുഭവിക്കാനും അറിയാനുള്ള തൗഫീഖിനെ തരണേ, ആഖിറത്തിൽ നിന്നെ കാണാനുള്ള തൗഫീഖിനെ തരണേ. അനുഭവിക്കാനും അറിയാനുള്ള തൗഫീഖുകളെ, അല്ലെങ്കിൽ അതിന്റെ അവസരങ്ങളെ ദുനിയാവിൽ അള്ളാഹു തരുമ്പോ അതിന് മുതലെടുക്കാൻ കൂടി നമ്മൾ മനസ്സ് കാണിക്കണം എന്നുള്ളതാണ്. ഒരുപാട് അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും, ഒരുപാട് അവസരങ്ങൾ. ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് രാവിലെ മുതൽ ഇപ്പൊ വരെയുള്ള സമയം ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കുറെ കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ വി ഷുഡ് യൂട്ടിലൈസ് ദാറ്റ്. നമ്മളത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് അത്രയും ദൃഢമാവുന്നത്. ഇൻഷാ അല്ലാ. നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവുന്ന പിന്നെ ഇംഗ്ലീഷ് മാത്രമാണ്. അതായത് ഭയങ്കര ടഫ് ലാംഗ്വേജ് ഒന്നുമല്ല, നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവുന്ന. ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ട്രാൻസ്ലേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയെങ്കിൽ നിങ്ങളത് വായിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നെടുത്ത ടോപ്പിക്കിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ നിന്നും മനസ്സിലാവും. എപ്പോഴും എനിക്ക് തോന്നലുണ്ട്, എപ്പോഴും നമ്മളൊക്കെ പലപ്പോഴും ഖുറാനൊക്കെ എപ്പോഴും ഓതും, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ആലോചിക്കലില്ലല്ലോ. ജസ്റ്റ് ഒരു കൂലിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരു കൂലി കിട്ടണം. അതിനേക്കാൾ ഉപരി ടു ഫീൽ, നമ്മളത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴല്ലേ അത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ പുസ്തകം നമുക്ക് എങ്ങനെയാണ് അതൊക്കെ അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത് അടിപൊളിയായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ആ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാ എല്ലാരും വായിക്കുക, അത് കയ്യിൽ കൊണ്ടെടുക്കുകയും ചെയ്യാം. അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന എപ്പോഴും അതന്നെ നമ്മൾ എപ്പോഴും ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ അതിലെ ഓരോ പിന്നെ അള്ളാഹിന്റെ പേരിനും ഒരായിരം അല്ല, ഒരായിരം ഒന്നല്ല, ഒരുപാട് അർത്ഥങ്ങള്, ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് എല്ലാം
ഒരു കൂലിക്ക് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി അത് നമുക്ക് അള്ളാഹ് തരുന്നതല്ലേ. അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മൾ ചൊല്ലിയാല് അത് നല്ല നിയത്തോടു കൂടെ ആണെങ്കിൽ അള്ളാഹ് തരുന്നതാണ് അതൊക്കെ. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പേർപ്പസ് എന്ന് പറയുന്നത് അതിനെ ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, അതിനെ അനുഭവിക്കാൻ പറ്റുക എന്നുള്ളതാണ്, അതിനെ അറിയാൻ പറ്റുക എന്നുള്ളതാണ്. സോ എഴുതിയ ആള് എ ഹെൽവ എന്ന് പറയുന്ന ആളാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും ഓരോ ക്ലാസ്, പിന്നെ ഇതിന്റെ സീക്രട്സ് ഓഫ് ഡിവൈൻ ലവിന്റെ റിവ്യൂസ് ഒക്കെ അതിലുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? ആഷിഫ് ഉണ്ടോ? മാഷാഅല്ലാ, ആഷിഫ് പിന്നെ അടിപൊളിയായിട്ട് നമ്മളെ നാജിയ വഫിയ മാം ക്ലാസ് എടുത്തു. അപ്പൊ ആർക്കെങ്കിലും ഒരു പിന്നെ ഈ ക്ലാസ്സിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു റിവ്യൂ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നൊക്കെ പറ്റിയിട്ട് ഒരു 2 വാക്ക് ആരെങ്കിലും ഒരാൾ പറയാൻ തയ്യാറുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. പറഞ്ഞോ. അസ്സലാമു അലൈക്കും. വലൈക്കും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ മുതലേ എനിക്ക് എന്റെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുകയായിരുന്നു ഞാന്. മാഷാ അല്ലാ, ഒരുപാട് നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് അറിയാത്ത വലിയ വലിയ കാര്യങ്ങൾ, പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് പറഞ്ഞു തന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ചില നോട്ട്സുകൾ നമ്മളിങ്ങനെ എഴുതിയെടുക്കുമല്ലോ, പക്ഷെ എനിക്ക് അതിനും കൂടെ തോന്നിയില്ല. ഞാൻ ക്ലാസ് ഇങ്ങനെ നമ്മൾ അതിൽ ലയിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്കും ഡീപ്പായിട്ട് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മാഷാ അല്ലാ, നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇനി ആർക്കും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്നും കൂടെ ചോദിക്കാം. ലാസ്റ്റ് ചാൻസ് ആണ്. ഇൻഷാല്ലാ നമ്മളെ നെക്സ്റ്റ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇൻഷാല്ലാ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിൽ വരും. അപ്പൊ ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ 10 ദിവസം ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 ആളുകൾക്കാണ് ഗിഫ്റ്റ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ മുഴുവൻ എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ ആക്റ്റീവ് ആയിട്ട് അതിൽ വരുന്ന ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ടല്ലോ. പറഞ്ഞെടുത്തോളൂ. സാബിറ പറഞ്ഞോളൂ. Assalamualaikum. വലൈക്കും അസ്സലാം. First of all, thank you, Nisha ma'am. എന്താ പറയാ, ചെറിയൊരു പവർ പാക്ക് ആയിരുന്നു. ഒരുപാട് കാര്യം, ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പൊതുവെ റംസാൻ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഖത്തം തീർക്കാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റിലായിരിക്കും. ഖത്തം തീർത്ത് കഴിഞ്ഞാലാണ് വാവ് ഞാൻ ഖത്തം തീർത്ത് കഴിഞ്ഞല്ലോ എന്ന് പറയുന്നത്. പക്ഷെ ആരും ഖത്തം തീർക്കുമ്പം അതിന്റെ ബ്യൂട്ടി അനുഭവിക്കുന്നില്ല. എല്ലാവരും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഖത്തം നിർത്തുക അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ്, പക്ഷെ അത് അത് ഓതുന്ന സമയത്ത് അതിന്റെ ബ്യൂട്ടി അനുഭവിക്കാൻ പറ്റുന്നതും നിസ്കരിക്കുമ്പോൾ കൈ കെട്ടുന്ന സമയത്ത് അതിന്റെ ബ്യൂട്ടി അനുഭവിക്കാൻ പറ്റുമ്പോഴാണ് ശരിക്കും അതിന്റെ ആ ഒരു ഫീൽ ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അതേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് മാം ഒരുപാടായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അറിയുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള ഒരു ഡിഫറൻസ്. എനിവേ ചെറിയൊരു സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് താങ്ക്സ്. ഞാൻ സീക്രട്ട് ഓഫ് ഡിവൈൻ ലവ് വായിക്കാൻ വേണ്ടിയിട്ട് വെച്ച ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട ബുക്കായിരുന്നു. കുറച്ച് ദിവസങ്ങൾ വിട്ടുപോയിണ്ടായിരുന്നു, എവിടെയോ അങ്ങനെ വിട്ടുപോയി. ഇപ്പൊ രണ്ടാമത് അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും 1, 2, 3, 4 ഹത്തൊക്കെ തീർക്കുന്നവരുണ്ടാവും. പക്ഷെ ഹത്തം തീർക്കാന്നുള്ള ഒരു പേർപ്പസോട് മാത്രമായി പോകുന്ന ചിലരുണ്ട്. അതായത് അത് ഓതുമ്പോ അതിലും കിട്ടേണ്ടത് അപ്പൊ തന്നെ കിട്ടണം. അത് ഹത്തം ഓതി കഴിഞ്ഞതിന് ശേഷം തരാനുള്ളത് അള്ളാഹ് തരുന്നതല്ലേ, അത് അള്ളാഹ് തന്നോളൂ ഇൻഷാല്ലാ. പക്ഷെ അതിൽ നമുക്ക് കിട്ടേണ്ട ഒന്നുണ്ട്, ആ ഒരു ഓൺ ടൈം നമുക്ക് കിട്ടേണ്ട ഒന്നുണ്ട്. അത് നമ്മൾ പിന്നെ
നമ്മൾ തന്നെ അത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വർക്കൊന്നുമല്ല, ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് അത് അറിയാനുള്ള അനുഭവിക്കാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം തന്നെയാണ്. ഈ നിസ്കാരത്തിൻ്റെത് പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങള്, അതുപോലെ തന്നെ ഒരു ഇപ്പൊ നമ്മള് പലപ്പോഴും നിസ്കാരത്തിൽ കൈ കെട്ടുന്നത് എവിടെയാന്നുള്ളത് പലപ്പോഴും ഇപ്പൊ മുജാഹിദുകളും സുന്നികളും തമ്മിലൊക്കെ ഏറ്റവും കൂടുതൽ ക്ലാഷ് ഉള്ള ഒരു സംഭവമാണല്ലോ ഈ നിസ്കാരത്തിൽ കൈ കെട്ടാന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ മറികടന്നിട്ട് സൂഫിസ്റ്റുകൾ പറയുന്നത് അള്ളാഹിനെ അനുഭവിക്കാന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളവരാണ് സൂഫികൾ. അതായത് അള്ളാഹുവിന്റെ പിന്നെ ആ ഒരു സത്ത മനസ്സിലാക്കുന്നവരാണ് അവര്. അപ്പൊ ഓര് പറഞ്ഞിട്ടുള്ളത് കൈ കെട്ടാ, കൈ ഏടെ കെട്ടാ, നടുവിൽ കെട്ടണോ, കൈന്റെ പിന്നെ വയറിന്റെ മേലെ കെട്ടണോ, താഴെ കെട്ടണോ, അതൊന്നും ഉള്ളതല്ല വിഷയം. മറിച്ച് ഹൃദയത്തിന്റെ കൈകള് അള്ളാഹുവിൽ കെട്ടിവെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ കൈകൾ അള്ളാഹുവിൽ കെട്ടി വെക്കുമ്പോൾ നിസ്കാരത്തിൽ നമുക്ക് വേറെ ചിന്തകളൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ്. ഖുർആൻ ഓതുമ്പോഴായിക്കോട്ടെ ഓരോ ഹർഫ് ഓതുമ്പോഴും നമുക്ക് അള്ളാഹിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കൂലി, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഫലം. അതിനേക്കാൾ വലിയ പ്രതിഫലം നമുക്ക് കിട്ടാനില്ല. അപ്പോ എല്ലാ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും അള്ളാഹിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സഹായിക്കുമ്പോഴായിക്കോട്ടെ, ഒരു മനുഷ്യനോട് ചിരിക്കുമ്പോഴായിക്കോട്ടെ, അതിലൊക്കെ അള്ളാഹിന്റെ ഒരു ഡിവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമ്പോഴാണ് അള്ളാഹു നേരത്തെ പറഞ്ഞ, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹു ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ എല്ലാം ഒരു ഡിവിനിറ്റിയിലാവുമ്പോൾ നമ്മളെ ലൈഫും ഫുൾ ഓഫ് അള്ളാഹു പറഞ്ഞ ഒരു പേർപ്പസിൽ തന്നെയല്ലേ ഉണ്ടാവാ. അപ്പൊ ഇൻഷാല്ലാ. എനിവേ താങ്ക്സ് ഫോർ ദ സ്കില്ലേഴ്സ്. കാരണം ഇങ്ങനെ ഒരു കാര്യങ്ങൾ പണ്ട് മുതലേ നമ്മുടെയൊക്കെ മൈൻഡിൽ ത്രൂ പാരന്റ്സ് ആണെങ്കിൽ അള്ളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതൊക്കെയാണ് പലർക്കും മൈൻഡിൽ വന്നിട്ടുണ്ടാവുക. പക്ഷെ അതിനൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാനും എല്ലാം ഈ ഒരു പ്രോഗ്രാം പറ്റട്ടെ എന്നുള്ളത് വിചാരിക്കുന്നതാണ്. താങ്ക്സ് ഫോർ ദ ടീം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മൾ കൂലിക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഇനി ഇത്ര കൂലി, ഇനി ഇത്ര കൂലി, ഒരു സുബ്ഹാനല്ലാ ചൊല്ലിയാൽ അത്ര കൂലി, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അത്ര കൂലി. അത് ചൊല്ലുമ്പോ നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് ചൊല്ലുമ്പോ നമുക്ക് അള്ളാഹിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അള്ളാഹു തരാനുള്ള കൂലി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ വൃത്തിയിലും പിന്നെ ഭംഗിയിലും അള്ളാഹ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. പൂർത്തിയാക്കി. ടെൻഷനാവുന്നുണ്ടെന്നു. ടെൻഷൻ ആവാനൊന്നുമില്ല. അള്ളാഹു, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, എപ്പോഴും ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു, നമുക്ക് ടൈമും കാലങ്ങളോ പിന്നെ പ്രത്യേകിച്ച് ഒരു സമയവും നോക്കാണ്ട് ഏതൊരു, നമ്മള് നല്ല മൂഡിലായിക്കോട്ടെ മോശം മൂഡിലായിക്കോട്ടെ, നമ്മളെ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ലവ് ചെയ്യുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ലവ് ചെയ്യുന്ന അള്ളാഹു തന്നെയാണ്. അപ്പൊ നമുക്ക് ടൈം ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അതിനെ അനുഭവിക്കാനും, നമ്മളിപ്പെങ്കിലും നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇനി നമ്മളെ ലൈഫിൽ നമുക്കത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ എല്ലാവരും ആ ക്വസ്റ്റ്യൻസിൽ ആക്റ്റീവ് ആവുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നാളെ ഇതേ സമയത്ത് തന്നെ ക്ലാസ് ഉണ്ടാവും. അതിലും കൂടെ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 10 ക്ലാസ്സുകളിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് വരിക. റിസൾട്ട് നമ്മൾ 10ാമത്തെ ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തം ഈ ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അവർക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. 5 പേർക്കാണ് ആ ഗിഫ്റ്റ് ഉണ്ടാവുക. അപ്പൊ 5 പേരിൽ ഒരാളാവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ജസാക്കല്ലാഹു ഖൈറ. എല്ലാവർക്കും വൈൻഡ് അപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.